CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിനിടയിൽ പ്രതിനിധികളുടെ വലിയ ബഹളം. പ്രതിനിധികളെ സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് ശാന്തരാക്കി. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെയും വിമർശനമുയർന്നു. പാർട്ടി ബഹുജന സംഘടനകളുടെ ജില്ലാ നേതൃനിരയിൽ എത്തുന്നവരിൽ അധികം പേരും അടൂരിൽ നിന്നുള്ളവരാണ് എന്ന പരാമർശമാണ് ബഹളത്തിന് ഇടയാക്കിയത്. സമ്മേളന പ്രതിനിധിയായ രാജശേഖരനാണ് അടൂരിലെ നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ബഹളം ശക്തിയാർജിക്കാൻ തുടങ്ങിയതോടെ സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് ശാന്തരാക്കി. ഇന്നലെ തുടങ്ങിയ പ്രതിനിധി ചർച്ചയിൽ നവീൻ ബാബുവിന്റെ ആത്മഹത്യ, തുടർന്നുള്ള പാർട്ടി നിലപാടുകൾ, EP ജയരാജന്റെ ആത്മകഥാ വിവാദം എന്നിവ ചർച്ചയായി. നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലാ കമ്മിറ്റികളെ ഏകീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നായിരുന്നു പരാമർശം. ഇരയ്ക്കൊപ്പം പത്തനംതിട്ട ജില്ലാ നേതൃത്വം ഉറച്ചുനിന്നപ്പോൾ മരണത്തിന് കാരണക്കാരിയായ PP ദിവ്യയെ കണ്ണൂർ നേതൃത്വം പിന്തുണച്ചു എന്നായിരുന്നു ആരോപണം. സംഭവവുമായി ബന്ധപ്പെട്ട് ചില പ്രാദേശിക നേതാക്കൾ നടത്തിയ പരാമർശം ദോഷം ചെയ്തുവെന്നും പ്രതിനിധികൾ ആരോപിച്ചു. EP ജയരാജന്റെ ആത്മകഥാ വിവാദം അനവസരത്തിൽ ആയിപ്പോയി. ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാവായ EP ജയരാജനും ദല്ലാൽ നന്ദകുമാറും തമ്മിൽ എന്താണ് ബന്ധമെന്നും പ്രതിനിധികൾ ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ പാർട്ടി നേതാക്കൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നായിരുന്നു മറ്റൊരു ആരോപണം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കും വിമർശനം ഉണ്ടായി. മറ്റു പാർട്ടികൾ വിട്ട് CPIMലേക്ക് എത്തുന്നവരെക്കുറിച്ച് സൂക്ഷ്മമായ പരിശോധന വേണമെന്നായിരുന്നു മറ്റൊരു വിഭാഗം പ്രതിനിധികളുടെ ആവശ്യം. ജില്ലാ സമ്മേളനം നാളെ അവസാനിക്കും. ജില്ലാ പ്രതിനിധികളെയും സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ സമവായമുണ്ടാക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രി ഉൾപ്പെടെ സമാപന ദിവസത്തെ ചർച്ചകളിൽ പങ്കെടുക്കും. നാളെ കോന്നിയിൽ നടക്കുന്ന ബഹുജന റാലിയോടെ ജില്ലാ സമ്മേളനം സമാപിക്കും. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.